പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ് മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയവർക്കും ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഗുജറാത്തിൽ നിന്ന് സ്നേഹത്തെ അറിയിക്കുന്നു. ഒത്തിരി നാളിന് ശേഷം ഈ ലൈവിൽ കൂടി ദൈവത്തിന് വചനവുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വലിയ കൃപയായ പ്രാർത്ഥനകളുടെ പ്രവർത്തനങ്ങൾ വിവിധ രാജ്യങ്ങളിലായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്ന അനേക പ്രാർത്ഥനാ സഹാരികൾ അനേക പ്രാർത്ഥനാ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ദൈവീയ വിടുതലിന്റെ കരം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയത്തിന് മേല് കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം കാണുവാനും ദൈവീയ വിടുതലിന്റെ കരം കണ്ട് സന്തോഷിപ്പാനും ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാൽ കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ പ്രാർത്ഥനയുടെ ലക്ഷ്യം. കഴിഞ്ഞ 25 വർഷമായി പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ദൈവം അനുഗ്രഹിപ്പാടയായ അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെയും കൂട്ടായ പ്രവർത്തനം ഒന്ന് മാത്രമാണ്. സർവശക്തനാവുന്ന കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ് ഈ പ്രവർത്തനത്തിന്റെ പിന്നില്. അനേകരുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. അതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്ന. കഴിഞ്ഞ നാളിലൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 5-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായ വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ എത്രത്തോളം സൗഖ്യമാക്കി ബലം നൽകിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ ബിന്ദു ബെൻസിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ട് 4 മാസമായി ദൈവത്തോളം സൗഖ്യത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ കർത്താവിന്റെ മഹിമണ്ട സാക്ഷിയാക്കി കുടുംബമായി കർത്താവ് ഞങ്ങളെ വീണ്ടും മാനിപ്പാനായിട്ട് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ നാളിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും സഹകരണങ്ങൾക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിലുള്ള നന്ദിയെ ഞങ്ങൾ വീണ്ടും അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകുന്നതായ നല്ല നിമിഷങ്ങൾ എത്രയോ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളും ദൈവം നമ്മെ പരിപാലിക്കുന്നു, ദൈവം നമ്മെ നടത്തുന്നു. ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിനെ വാഴ്ത്തുന്നു. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു നിമിഷത്തിലാണല്ലോ, ഒരു സമയത്താണല്ലോ നമ്മളായിരിക്കുന്നത്. എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന ജനം ലോകം മുഴുവനും ഭയത്തോടെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിൽ കൂടിയും പല മീഡിയയിൽ കൂടിയും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഞെട്ടലോടുകൂടിയാണ് പല സംഭവങ്ങളൊക്കെ നാം പ്രഭാതങ്ങളിൽ കാണുന്നത്. നേരം പുലരുമ്പോൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഏത് വർത്തമാനമാണ് നമുക്ക് കേൾക്കുമ്പോൾ പല വർത്തമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്നതായ പല വാർത്തകളും വർത്തമാനങ്ങളൊക്കെ കേട്ട് മനുഷ്യന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നതായ ഒരു നിമിഷങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. ഒരു സദ്വർത്തമാനം, ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി മനുഷ്യൻ എപ്പോഴും കാത്തിരിക്കുന്നു. മനുഷ്യൻ എപ്പോഴും വാഞ്ചയോടെ ആയിരിക്കുന്നു. എന്നാൽ നാം പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ പല വാർത്തകളൊക്കെ നമ്മുടെ കാതുകളെ മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണല്ലോ ആയിരിക്കുന്നത്. ദേശത്തുനിന്ന് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുകയാണ്. പകർച്ചവ്യാധികൾ, ഒരു പകർച്ചവ്യാധി മാറി അല്പം ആശ്വാസത്തോടെ ആയിരിക്കുമ്പോൾ അടുത്ത പകർച്ചവ്യാധി അതിശക്തമായി മനുഷ്യരിലേക്ക് കടന്നു പിടിക്കുകയാണ്. പ്രകൃതിക്ഷോഭങ്ങള്, വെള്ളത്തിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുകള്, ജലപ്രളയം പോലെ പണ്ടുണ്ടായതാകുന്ന അനേക വെള്ളത്തിൻ്റെതാകുന്ന അവസ്ഥകളൊക്കെ ഇന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ വെള്ളം വലിയൊരു പേമാരി പോലെ അനേക ആൾക്കാരെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥകളുണ്ടായ പല സംഭവങ്ങൾ നമ്മൾ കാണുവാടെയായാലും ഇന്ന് നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളൊക്കെ ശക്തമായ മഴയും മറ്റുമാണല്ലോ. ഭൂകമ്പങ്ങൾ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി ഭൂകമ്പങ്ങൾ, സൈക്ലോണുകൾ, വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുന്നതായ അവസ്ഥകള്, ഞെട്ടിപ്പിക്കുന്ന ചില ദുരന്തങ്ങൾ, വാഹന ദുരന്തങ്ങൾ, അപകടങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ 2024, 2025 സമയങ്ങളൊക്കെ അപകടങ്ങളുടെ വാർത്തകളൊക്കെ ഞെട്ടലോടുകൂടിയാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ, സ്തോത്രം. ഇന്നും തീരാത്ത പല യുദ്ധങ്ങള്, വർഷങ്ങളായിട്ടും യുദ്ധങ്ങള്, പല ചർച്ചകളും സമാധാന ചർച്ചകളൊക്കെ നടത്തിയിട്ടും യുദ്ധത്തിനൊരു അറുതി വരാതെ യുദ്ധത്തിൻ്റെതാകുന്ന അവസ്ഥകള്, ഭീകരവാദികൾ നടത്തുന്നതാകുന്നതായ പല ഭീകര ആക്രമണങ്ങളിൽ എത്രയോ നിരപരാധികള് കൊല്ലപ്പെടുന്നുണ്ട്. എത്രയോ ജീവൻ നഷ്ടപ്പെടുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായി, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരായി കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ, ക്ഷാമങ്ങൾ, അങ്ങനെ
നിരവധി സംഭവങ്ങളൊക്കെയാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അക്രമങ്ങൾ പെരുകയാണ്, അനീതികൾ പെരുകയാണ്, പാപം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഈ ദിവസങ്ങളായിരിക്കുന്നത്. ആമേൻ. നമ്മുടെ അരുമനാഥന കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദൈവം നമുക്ക് തരുന്ന നിമിഷങ്ങൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ഓരോ നിമിഷവും നാം പ്രാർത്ഥനയോടെ മുന്നേറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥന തുനിയിൽ മാനേജിംഗ് കൌൺസിലിന്റെ തീരുമാനപ്രകാരം എല്ലാ മാസവും ഒരു ടോപ്പിക്കായിട്ടാണല്ലോ വിഷയങ്ങൾ നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഈ മാസം നാം എടുത്തിരിക്കുന്ന വിഷയം പുതിയ സൃഷ്ടി എന്നുള്ള വിഷയമാണ്. പുതിയ സൃഷ്ടി എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ഞാൻ അല്പനിമിഷം സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഒരുത്തൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാകുന്ന ഒരു വേദവാക്യമാണ് വായ്പടയായത്. ഒരു വ്യക്തി, ഒരു മനുഷ്യന് ക്രിസ്തുവിനായാൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യന് മാനുഷികമായ പല ചിന്തകളും പല ഇച്ഛകളും പല വികാരങ്ങളും പല പ്ലാനുകളും പദ്ധതികളും ഒക്കെ മനുഷ്യനുണ്ട്. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചതായ ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു മനുഷ്യനും അവന്റേതാകുന്ന മാനുഷികമായ ഇച്ഛകളും മാനുഷികമായ പദ്ധതികളും മാനുഷികമായ പ്ലാനുകളും ഒക്കെ അവനുണ്ടല്ലോ. ചെറുപ്രായം പിഞ്ചു കുഞ്ഞായിട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ പിറന്നു. അതിനുശേഷം ഓരോ സ്റ്റെപ്പുകൾ അനുസരിച്ച് യൗവനം, ബാല്യം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴും മനുഷ്യന് തീരുമാനമെടുക്കുവാനുള്ള പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യ മനുഷ്യനുണ്ടല്ലോ. സ്തോത്രം. ഒരു സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോഴും മനുഷ്യന് അവന്റേതാവുന്ന പല സ്വാതന്ത്ര്യങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മനുഷ്യൻ ആ സ്വാതന്ത്ര്യം സ്വന്തം സ്വാതന്ത്ര്യപ്രകാരം മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പറ്റും. ഒരു ഭവനത്തിൽ ഒരു പക്ഷേ സ്വന്തമായ ഇഷ്ടപ്രകാരമോ സ്വന്തമായ രീതിയിലോ ഒക്കെ ജീവിക്കാം. എന്നാൽ ഒരു ജോലി സ്ഥാനത്ത് ചെല്ലുമ്പോൾ, ഒരു ഓഫീസിൽ പോകുമ്പോൾ, അല്ല ഒരു കോളേജിൽ ചെല്ലുമ്പോൾ, ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ അതിന്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ആ സ്ഥാപനത്തിന്റേതാവുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അതനുസരിച്ച് ഏതൊരു വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞാലും ആ സ്ഥാപനം പറയുന്നതനുസരിച്ച് സ്ഥാപനത്തിന് കീഴ്പ്പെട്ട് ഒരു എഗ്രിമെന്റ് ഒക്കെ എഴുതിയാണല്ലോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണല്ലോ ആ സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ നമുക്ക് എടുക്കുവാൻ ഇടയാകുന്നത്. അപ്പൊ ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യന്റെ ചില പ്രത്യേകതകള്, ആ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ, ഹല്ലേലൂയ, ക്രിസ്തുവായിട്ട് ചേർന്ന് കഴിയുമ്പോൾ, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം എത്ര വലുതാണെന്നറിയാമോ? ഒരു മനുഷ്യനെ പറ്റി കേൾക്കുവാനിടയായി. അദ്ദേഹം ഒരു വലിയ കുറ്റവാളിയാണ്, വലിയൊരു കൊലയാളിയാണ്, ഒത്തിരി പേരെ തന്നെ കൊല്ലുവാനിടയായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുവാനായിട്ടിടയായി. പാപിയായ ആ മനുഷ്യന്, കൊലയാളിയാകുന്ന ആ മനുഷ്യനെ ജയിൽ, താൻ ചെയ്തതായ തെറ്റിന് ജയിൽ അവനെ അടയ്ക്കുവാനായിട്ടിടയായി. അവനെ തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. ഏത് സമയത്തും അവനെ തൂക്കിക്കൊല്ലുവാനുള്ള നടപടികളാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഒരു ദിവസം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആരോ ജയിലിനകത്തേക്ക് ഒരു പൊതി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയുണ്ടായി. അത് പൊറോട്ടയായിരുന്നു. ആ പൊറോട്ട താൻ എടുത്ത് കഴിച്ചു. പൊറോട്ട താൻ എടുത്ത് കഴിച്ചിട്ട് അത് പൊതിഞ്ഞതായ പേപ്പർ, ആ പേപ്പർ അവിടെ ഇങ്ങനെ കിടന്ന് പറക്കുകയാണ്. താൻ അതെടുത്ത് കളഞ്ഞിട്ടും ആ പേപ്പർ തന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ പേപ്പർ താൻ എടുത്തു. ഇതെന്താണ്? എന്തോ വരും മരണം ഉറപ്പാണല്ലോ, എന്തോ വരും കൊലയാളിയാകുന്ന എനിക്ക് മരണം ഉറപ്പാണല്ലോ, അവസാനം ഈ പേപ്പറെങ്കിലും ഒന്ന് വായിക്കാം, പൊറോട്ട കഴിച്ചിട്ട് ഈ പേപ്പറെങ്കിലും ഒന്ന് വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ മുമ്പിൽ താൻ എടുത്ത് കളഞ്ഞ പേപ്പർ വീണ്ടും തന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് വായ്പടയായി. അത് വായിച്ചപ്പോൾ ഹല്ലേലൂയ, ഒരു ട്രാക്ട്, ദൈവത്തിന്റെ വചനം എഴുതിയതാകുന്ന ഒരു സുവിശേഷ ലഘുലേഖയായിരുന്നു. ഹല്ലേലൂയ. പാപിയായ മനുഷ്യന് അത് വായിച്ചപ്പോൾ തന്റെ ഹൃദയം കർത്താവിലേക്ക് തുറന്നു കൊടുക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ദൈവമേ, ഈ പാപിയായ മനുഷ്യൻ, എത്രയോ പേരെ കൊന്നതായ ഞാൻ, എത്രയോ പാപം ചെയ്തതായ ഞാൻ, വലിയ കൊല്ലപ്പുള്ളിയായ ഞാൻ, ഏത് സമയത്തും തൂക്കുകയറാണല്ലോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ വിധിയെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായ, എല്ലാ പ്രതീക്ഷയും
മാറിയതാകുന്ന സമാധാനമെല്ലാം നഷ്ടപ്പെട്ടതായ മനുഷ്യന് ആ ലഘുലേഖ എടുത്ത് വായിപ്പടയായി. ഹല്ലേലൂയ. അത് വായിച്ച നിമിഷം തന്നെ അവന്റെ മനസ്സിലൊരു പ്രത്യേക ചൈതന്യം വരുവടയായി. അവന്റെ മനസ്സിൽ ഇന്ന് വരെ അനുഭവിക്കാത്തൊരു സന്തോഷം വരുവടയായി. ആ ജയിലറെ താൻ കിടക്കുന്ന സമയത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പടയായി. യേശു തന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ താൻ അന്നുവരെയും അറിയാത്തൊരു സമാധാനവും സന്തോഷവും തനിക്ക് അനുഭവിപ്പടയായി. ഹല്ലേലൂയ. താൻ യേശുവിന്റെ മകനായി തീർന്നു. തന്നൊരു അനുഗ്രഹീതനായ ഒരു സുവിശേഷകനായി പിന്നീട് മാറുവാനായിട്ടിടയായി. ഏതൊരു മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുവാൻ എന്റെ യേശുവപ്പത്തിന് സാധിക്കും. സ്തോത്രം. ഒരുപക്ഷെ പാപത്തിന്റെ അവസ്ഥയിൽ കൂടിയായിരിക്കാം നീ കടന്നു പോകുന്നത്. നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയായിരിക്കാം സ്നേഹിത നീ കടന്നു പോകുന്നത്. പാപത്തിന്റെ അവസ്ഥ നിന്നെ കാർന്നു തിന്നുകയായിരിക്കാം. മോഹങ്ങളിൽ നീ വിരഞ്ഞിരിക്കുകയായിരിക്കാം. ലോകത്തിന്റെ അവസ്ഥ നിന്നെ ഒരു പാപത്തിന്റെ കെണിയിൽ നിന്നെ അകപ്പെടുത്തിയതായിരിക്കാം. പലരും പറയാറുണ്ട്, പാസ്റ്ററെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴതിന് അഡിക്റ്റ് ആയിപ്പോയി. ഇന്ന് കലാകാലയങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥലങ്ങളിൽ പോലും മദ്യപാനവും അതുപോലെ മയക്കുമരുന്നുകളൊക്കെ യുവതി യുവാക്കന്മാരെ എങ്ങനെങ്കിലും നശിപ്പിച്ച് കളയുവാൻ ദുഷ്ടനാണ് പിശാച്. മയക്കുമരുന്നുകൾ പല കെണികളാക്കി കൊണ്ടിട്ട് വശീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത്. പ്രാർത്ഥന ധ്വനി തന്നെ അനേക മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ളതായ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാറുണ്ട്. സ്തോത്രം. ചെറിയ രീതി തുടങ്ങിയതായ എന്നാൽ അതിന് അഡിക്റ്റായി ഒരിക്കലും ജീവിതം ഇനിയും മടങ്ങി വരികയില്ല. ഒരിക്കലും എന്റെ കുഞ്ഞിനി മടങ്ങി വരത്തില്ല. അവൻ അതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. പല രീതിയിലും അവനെ കൗൺസിൽ ചെയ്തിട്ടും പല ഹോസ്പിറ്റലിൽ അവനെ അഡ്മിറ്റ് ആക്കിയിട്ട് എന്റെ കുഞ്ഞിനൊരു മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നതായ അനേക മാതാപിതാക്കളുണ്ട്. സ്തോത്രം. ദുഷ്ടനാണ് പിശാച്. അവൻ അല്പകാലമേ ഉള്ളെന്ന് അറിയുന്ന അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയുവാൻ മനുഷ്യ മനസ്സിനെ ഇല്ലാതാക്കി കളയുവാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആദാമിനെ ഹവ്വായെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ദുഷ്ടനാണ് പിശാച് പദ്ധതി ഒരുക്കി, പ്ലാൻ ഒരുക്കി, വശീകരിച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി പാപികളാക്കിയതുപോലെ ഈ കാലഘട്ടത്തിലും ശത്രുവായ പിശാച് അനേക യുവതി യുവാക്കന്മാരെ ഈ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നതായ എത്രയോ നിമിഷങ്ങളുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയിൽ നിന്നായ പല കുഞ്ഞുങ്ങളെ പോലും ദുഷ്ടനാണ് പിശാച് ഒരുക്കി വെച്ചതായ കെണിയിൽ അകപ്പെടുത്തി കളഞ്ഞതായ അനേക അനുഭവങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം ഞാൻ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ ആ സുവിശേഷകനായി ഇന്ന് കർത്താവിന്റെ വേലയിൽ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കുന്നുണ്ട്. ഈ ലോകത്ത് പല ഇസങ്ങളുണ്ടായിരിക്കാം, പല കാര്യങ്ങൾ ചെയ്യുന്ന പല പുണ്യസ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അവിടെ ഒന്നും മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയും ഒന്നും ലഭിക്കുന്നില്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞ ഒരു മനുഷ്യനെ ഉണ്ടായതായ മാറ്റം എത്രയോ വലുതാണെന്നറിയാമോ? പാപത്തിന്റെ പടുകുഴി കിടക്കുന്ന സ്നേഹിത, രോഗത്തിന്റെ അവസ്ഥയിൽ വൈദ്യശാസ്ത്രം പോലും നീ രക്ഷപ്പെടത്തില്ല എന്ന് വിധി എഴുതിയ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങി വന്ന് വിടുവിച്ച എന്റെ യേശുപ്പച്ചന്റെ കരം എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ ക്രിസ്തുവിനായാൽ കർത്താവിലായി കഴിഞ്ഞാൽ ഉള്ള മാറ്റങ്ങൾ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാലുള്ള മാറ്റങ്ങൾ, ഒന്ന് അവൻ പുതിയ സൃഷ്ടിയായി മാറി. ക്രിസ്തുവിൽ ഒരുവൻ ക്രിസ്തുവിനായാൽ, യേശുവിലായി കഴിഞ്ഞാൽ, യേശുവുമായി ചേർന്ന് കഴിഞ്ഞാൽ, യേശുവുമായി ആ ബന്ധത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഹല്ലേലൂയ. ഒരു പുതിയൊരു മനുഷ്യനായി മാറി, ഒരു പുതിയൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറി. സ്തോത്രം. മദ്യപാനിയായ എത്രയോ പ്രിയപ്പെട്ടവര് ഇന്ന് യേശുവിന്റെ മക്കളായി തീർന്ന് കർത്താവ് സഭയിൽ അംഗങ്ങളായ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഒരു സമയത്തിനും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി വീട്ടിനകത്തേക്ക് കയറി വരാൻ പോലും പറ്റുന്നില്ല. ഭാര്യയും കുഞ്ഞുങ്ങളും വിറച്ചാണ് നിൽക്കുന്നത്. കട്ടിലിന്റെ കീഴിലും മറ്റലമാരയുടെ മറവിലൊക്കെ പാത്തിരിക്കുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭവനങ്ങളൊക്കെ എത്രയോ ആത്മീയ സന്തോഷം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? എത്രയോ കുടുംബങ്ങളിലൊക്കെ ഇന്ന് ആത്മീയ ആരാധന വെളിപ്പെട്ടെന്നറിയാമോ? ആ കുടുംബങ്ങളിൽ മാത്രമല്ല, അവര് മുഖാന്തരം, അവര് കാരണം ആ ചുറ്റുപാടുകളൊക്കെ യേശുവിന്റെ വെളിച്ചം വ്യാപരിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിൽ ഒരു പുതിയത് ദൈവം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, യേശുവുമായി ചേർന്ന് കഴിയുമ്പോൾ, യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ മകനായി തീരുമ്പോൾ, യേശുവിന്റെ മകളായി തീരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറി.
ഹല്ലേലൂയ. പാപിയായ ഒരു മനുഷ്യൻ ബോംബെ പട്ടണത്തിൽ പാപത്താൽ ജീവിച്ചതായ ഒരു മനുഷ്യന് യേശുവിന്റെ മകനായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് യേശുവിന്റെ കുഞ്ഞായി ജീവിപ്പാനിടയായി ചില മാസങ്ങൾക്ക് ശേഷം താന് പാപം ചെയ്തതാകുന്ന ആ സ്ഥലത്തിന്റെ അടുത്തുള്ള വഴി കൂടി നടന്നു പോയപ്പോൾ പഴയ ആൾക്കാരെല്ലാം തന്നെ കൈയാട്ടി വിളിച്ചു. പഴയ വ്യക്തികളെല്ലാം കൈയാട്ടി വിളിച്ചപ്പോൾ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചതായ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതായ ആ മനുഷ്യൻ മരിച്ചുപോയി, ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. ഹല്ലേലൂയ. ക്രിസ്തു നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോഴുള്ള സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ധ്യാനവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ 4-ാമത്തെ സംഗീതത്തിൽ പറയുന്നത്. അവരനുഭവിക്കുന്നതിനേക്കാളും സന്തോഷം യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, യേശുവിന്റെ മകനായി തീരുമ്പോൾ, യേശുവിന്റെ മകളായി തീരുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ എന്തോ മാറ്റം സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ പാടാറുണ്ടല്ലോ, ക്രിസ്തുവിലായ ഞാനൊരു പുതിയ സൃഷ്ടിയായി. എന്തു മാറ്റം വന്ന് എന്നിലിപ്പോൾ, എന്റെ ജീവിതത്തിന് ഒരു മൊത്തത്തിൽ ഒരു മാറ്റം വന്നു. എന്റെ പാപത്തിന്റെ അവസ്ഥകൾ മാറി, എന്റെ പൈശാചിക ബന്ധനങ്ങൾ മാറി, എന്റെ ശാപത്തിന്റെ കെട്ടുകൾ മാറി, എന്റെ രോഗബന്ധനങ്ങൾ മാറി. ഒന്ന് യേശുവിനെ അറിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറും. പുതിയ സൃഷ്ടിയായി നീ മാത്രമല്ല മാറുന്നത്, നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിലും ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കും. നിന്റെ ഭാര്യയുടെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ മാതാപിതാക്കളുടെ മേൽ, നിന്റെ തലമുറകളുടെ മേലെല്ലാം ആ യേശുവിനുള്ള ആ സന്തോഷം അനുഭവിക്കാനായിട്ടിടയാവും. അപ്പൊ ക്രിസ്തുവിലായാൽ, യേശുവിന്റെ മകനായി തീർന്നാൽ, യേശുവിന്റെ മകളായി തീർന്നാൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു. ഹല്ലേലൂയ. പഴയത് കഴിഞ്ഞുപോയി, പഴയ അവസ്ഥകളെല്ലാം മാറി. പണ്ട് ദേഷ്യപ്പെടുമായിരുന്നു, പണ്ട് കോപിക്കുമായിരുന്നു, പണ്ട് മദ്യപിക്കുമായിരുന്നു, പണ്ട് വെറുക്കൂത്ത്, പല ലോക ഇമ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴതിനോടെല്ലാം വെറുപ്പായി. ഹല്ലേലൂയ. ഇപ്പോഴതിനോടെല്ലാം അലർജിയായി. സിഗരറ്റ് വലിക്കുന്നതിനോട് വെറുപ്പായി, മദ്യപിക്കുന്നതിനോട് വെറുപ്പായി, ലോക ഇമ്പങ്ങളിലേക്ക് പോകുന്നതിനോടെല്ലാം വെറുപ്പായി. എന്തോ ഒരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ, യേശു ഉള്ളിൽ കടന്നു വന്നപ്പോൾ എന്റെ ജീവിതത്തിലെ എല്ലാ പഴയ അവസ്ഥകളും മാറി. എന്റെ ജീവിതത്തിലെ പഴയതായ പല കയ്പിന്റെ അവസ്ഥകള്, പലവിധമായ ശാപത്തിന്റെ അവസ്ഥകളെല്ലാം മാറി. നിന്നെ ഉരുട്ടി മാറ്റിയതുപോലെ യേശു ഉള്ളിൽ വരുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ആ പഴയതായ അഴുക്കായ എല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാനിടയായി, എന്നേക്കുമായി മാറുവാനായിട്ടിടയായി. സ്തോത്രം. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഒരു കാര്യം ഇങ്ങനെ പ്രസ്താവിപ്പാടയായി. ഈ ലോകത്ത് പഴയതും പുതിയതുമായ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുവാടയായി. ഏറ്റവും നല്ല കാര്യം കൊണ്ടുവരുന്ന വ്യക്തിക്ക് ഒരു അവാർഡ് രാജാവ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. പഴുത്ത പഴം കൊണ്ടുവന്നു. ഒരാളുടെ പഴുത്ത പഴം, ഒരു കയ്യിൽ പഴുത്ത പഴവും, ഇപ്പുറത്തെ കയ്യില് ഒരു കേടായ പഴവും. രാജാവ് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എന്റെ ഈ കയ്യിൽ പഴുത്ത പഴമുണ്ട്, ഈ കയ്യില് അഴുക്കായ പഴവുമുണ്ട്, ചീത്തയായ പഴവുമുണ്ട്. അടുത്തയാള് മാങ്ങായോട്ട് വന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, ഇതെന്താണ്? ഈ കയ്യിൽ നല്ല മാങ്ങയുണ്ട്, നല്ല മാങ്ങാപ്പഴം. ഈ മാങ്ങാപ്പഴത്തിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു. ഈ മാങ്ങാപ്പഴം കഴിച്ചാൽ നല്ലതാണ്, ഈ മാങ്ങാപ്പഴം നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ്, ശരീരത്തിന് നല്ലതാണ്. അപ്പൊ രാജാവ് ചോദിച്ചു, മറ്റേ കയ്യിൽ എന്താണ്? ഈ കയ്യിലിരിക്കുന്ന മാങ്ങ പുഴുത്തതാണ്, ചീത്തയായതാണ്, ഇത് കഴിക്കാൻ പറ്റത്തില്ല, ഇതിന് ഭയങ്കരമായ നാറ്റമുണ്ട്. അങ്ങനെ അദ്ദേഹവും കടന്നുപോയി. അങ്ങനെ പല ആൾക്കാരും ഫ്രൂട്ട്സുമായിട്ട്, ആപ്പിളുമായിട്ട് ഒരാൾ വന്നു. അപ്പോൾ രാജാവ് ഇതെന്താണ്? ഇത് നല്ല ആപ്പിളാണ്, വളരെ വിലപിടിപ്പുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ ആപ്പിൾ നല്ല ഔഷധമാണ്, ഇത് കഴിക്കുമ്പോൾ ശരീരത്തിന് നല്ലതാണ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നല്ലതാണ് ആപ്പിള്. രാജാവ് ചോദിച്ചു, മറ്റേ കയ്യിൽ എന്താണ്? ഇത് പുഴുത്ത് പോയതാണ്, ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞതാണ്, ഇത് കഴിക്കാൻ പറ്റത്തില്ല, ഇത് അങ്ങ് വാടയെടുക്കുന്നു, ദുർഗന്ധം എടുക്കുന്നു, ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്നില്ല, ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പലരും പഴയ നല്ലതും പന്നതുമായ പല കാര്യങ്ങൾ കൊണ്ടുവരുവാനായിട്ടിടയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന് രണ്ട് കയ്യിലെന്തോ ആയിട്ട് വന്നു. അപ്പോഴ് രാജാവ് ഇതെന്താണ്? ഇത് നാക്കാണ്. രാജാവ് അത്ഭുതപ്പെട്ടു, നാക്കോ? ഈ നാക്ക് കൊണ്ട് മനുഷ്യനെ നോവിക്കാൻ പറ്റും, ഈ നാക്ക് കൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് പറ്റും, ഈ നാക്ക് കൊണ്ട് വലിയ കാടുകൾ കത്തിക്കാനായിട്ട് പറ്റും, ഈ നാവ് കൊണ്ട് അനേക കുടുംബങ്ങളെ തകർക്കാനായിട്ട് പറ്റും, ഈ നാവ് കൊണ്ട് രാജ്യങ്ങളിൽ പോലും അസമാധാനം കൊണ്ടിടാനായിട്ട് പറ്റും, ഈ നാക്കുകൊണ്ട് കള്ളം പറയാനായിട്ട് പറ്റും, ഈ നാക്കുകൊണ്ട് പല പല കാര്യങ്ങൾ, അനീതികൾ, കൈക്കൂലികൾ എല്ലാം ചെയ്യും ഈ നാക്കുകൊണ്ട് പറ്റും. രാജാവ് മറ്റേ കയ്യിൽ എന്താണ്?
ഇത് നാക്കാണ്. ഈ നാവ് കൊണ്ട് വളരെ പ്രയോജനമുണ്ട്. ആമേൻ, സ്തോത്രം. മനുഷ്യനെ നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. വേദനപ്പെടുന്നവനെ ആശ്വസിക്കുവാനായിട്ട് പറ്റും. ആമേ, കണ്ണുനീരായിരിക്കുന്നവനെ അവന്റെ കണ്ണുനീരിനെ മാറ്റുവാൻ, ആശ്വാസന വാക്ക് പറയുവാൻ ഈ നാവ് കൊണ്ട് സാധിക്കും. ആമേ, ഹല്ലേലൂയ. ഈ മനുഷ്യന് അവാർഡ് ലഭിക്കുവാനായിട്ടിടയായി. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാനിടയായത്. ആമേ, ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായത് മാത്രമല്ല, പഴയത് കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിലൊക്കെ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്. അതൊരാൾ പറയാതെ നമുക്കറിയാമല്ലോ. ആമേ, പഴയത് കഴിഞ്ഞുപോയി. എന്റെ പഴയ ഇരുട്ടിന്റെ അവസ്ഥകൾ കഴിഞ്ഞുപോയി. ഇരുട്ടെന്ന് പറയുന്ന മനുഷ്യനെല്ലാം ഭയക്കുന്ന ഒരു സമയമാണല്ലോ. ആമേ, കറണ്ട് പോയി കഴിയുമ്പോൾ ഇരുട്ട് വന്നു കഴിയുമ്പോൾ ഇരുട്ട് വന്നു കഴിയുമ്പോൾ വെട്ടമില്ല എങ്കിൽ ആമേ, വെട്ടത്തിന് വേണ്ടി നമ്മൾ എമർജൻസിയോ അല്ലെങ്കിൽ മെഴുകുതിരിയോ വിളക്കുകളോ ഒക്കെ കത്തിക്കാറുണ്ട്. ആമേ, എന്ന മൊത്തം ഒരു അന്ധകാരമാണെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. ദാവീദ് പറയുക, നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കൂ. ആമേൻ, നിന്നെ ഞാൻ പടക്കുഴുന്നതിലെ പാഞ്ഞല്ലോ. എന്റെ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ എന്റെ ചില അന്ധകാരങ്ങൾ മാറിപ്പോകും. അന്ധകാരത്തിന്റെ അവസ്ഥകൾ മാറിപ്പോകും. ഒരു സമയത്ത് അന്ധകാരമായിരുന്നു മനുഷ്യന്റെ മനസ്സിനകത്ത്. മാനുഷികമായ അന്ധകാരം കൊണ്ട് ദുഷ്ടപിശാച് അന്ധകാരം കൊണ്ടിട്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും അന്ധകാരത്തിന്റെ അവസ്ഥ, എവിടെ നോക്കിയാലും ഇരുട്ടിന്റെ അവസ്ഥ. എന്നാൽ ഇരുട്ടിന്റെ അതീതിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് യേശുവപ്പൻ നമ്മെ വിടുവിച്ചു. നമ്മളിപ്പോൾ വെളിച്ചം നമ്മളുമേ വ്യാപരിച്ചു. ഇനി നമ്മൾ ഇരുളിലുള്ളവരല്ല, നമ്മൾ വെളിച്ചത്തിനുള്ളവരാണ്. ആമേൻ, നീ എന്റെ ദീപത്തെ കത്തിക്കോ. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കോ. നമ്മുടെ കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ട് ഈ ലൈവിൽ കൂടി ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഏതെല്ലാം അന്ധകാരത്തിന്റെ അവസ്ഥയിൽ കൂടി, ഏതെല്ലാം ഇരുട്ടിന്റെ അവസ്ഥയിൽ കൂടി നീ കടന്നുപോയാൽ ഇന്ന് പകരം കർത്താവിന് വേണ്ടി ഹൃദയത്തെ ഒന്ന് കൊടുത്താട്ട് ഒന്ന് ദൈവം നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കുക മാത്രമല്ല, നിന്റെ കഴിഞ്ഞ നാളെ പഴയതാകുന്ന ചില അഴുക്കു സ്വഭാവങ്ങളെ മുഴുവനും കർത്താവ് ക്ലീൻ ചെയ്ത് കർത്താവ് വൃത്തിയാക്കി നിന്നെ ഒരു പുതിയ മകനാക്കി പുറത്തു കൊണ്ടുവരും. എങ്ങനെ? യേശു കർത്താവിനെ നിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുവിന്റെ രക്തത്താ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആമേ, ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങി. ആമേ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുക, ആമേ, നിങ്ങൾ ദൈവത്തിന്, കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 3 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ശരീരം, ക്രിസ്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കർത്താവിന്റെ മന്ദിരമായി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലയോ? അപ്പം കർത്താവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. നീ ശരീരം കർത്താവ് നമ്മൾ വിലയ്ക്ക് വാങ്ങിയതാ. അതുകൊണ്ട് ആമേ, വീണ്ടും അവിടെ പറയുക, കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ആമേ, നിങ്ങൾക്കുള്ളവരല്ല, ആമേ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് 6-ാമത്തെ അധ്യായം 1 Corinthians 6:19. ആമേൻ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ യേശുവിനുള്ളവരാ. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? യേശുവപ്പന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ യേശുവിനുള്ളവരാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഒരു പുതിയ മകനാ, പുതിയ സൃഷ്ടിയാക്കി മാറ്റി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. ഹല്ലേലൂയ. ചീത്തയായ അഴുക്കായ എല്ലാ സ്വഭാവത്തെയും മാറ്റി ഒരു പുതിയതാക്കി നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാനായി. സ്തോത്രം. മുറിവേറ്റ് കഴിഞ്ഞാൽ, അപകടമുണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ പഴയതായ അഴുക്ക് പിടിച്ചതായ ഭാഗം മുഴുവൻ നല്ലതായിട്ട് ഡെറ്റോളോ മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നല്ല രീതി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് അവർ ഓരോരോ മരുന്നുകൾ അവിടെ തേൽക്കുവാനിടയാകുന്നത്. ഓരോ ടാബ്ലറ്റ് നമുക്ക് തരുന്നത്, ഓരോ മെഡിസിൻ നമുക്ക് തരുമ്പോഴും പഴയ അഴുക്കുകളെയും പഴയ ദുർഗന്ധങ്ങളെയും പല പഴുപ്പുകളെല്ലാം മാറ്റി നല്ല രീതി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് പുതിയതായ മരുന്നുകളൊക്കെ അവിടേക്ക് കൊണ്ടുവെക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല ഓരോ ദിവസവും അത് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ. ഓരോ ദിവസവും അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് മരുന്നുകൾ വീണ്ടും തേക്കാറുണ്ട്.
പറയാറുണ്ട്. ആമേ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഓരോ നിമിഷവും നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കളെ ഓരോ നിമിഷവും കർത്താവുമായുള്ള ബന്ധം നാം പുതുക്കണം. നമ്മുടെ ജീവിതത്തിൽ യാതൊരു അശുദ്ധിയും കടന്നു വരരുത്. കർത്താവെ, വിശുദ്ധിയോടെ ജീവിപ്പാൻ എനിക്ക് ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാ. ഇത്രയും നാൾ പല സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ലോകത്തിന് വേണ്ടി പാടി ലോകത്തിന് വേണ്ടിയൊക്കെ അഭിനയിച്ചിട്ട് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രയും നാൾ ലോകത്തിന് വേണ്ടി ഓടി, ലോകത്തിന് വേണ്ടി അഭിനയിച്ചു, എന്നാൽ എന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ സമാധാനവും സ്വസ്ഥതയും ഒന്നും ലഭിച്ചില്ല. എന്നാൽ യേശു എന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, യേശു എനിക്ക് സമാധാനം വന്നപ്പോൾ, എന്ന് യേശു എന്റെ ഹൃദയത്തിൽ വന്നു, ഇന്നു മുതൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇന്നു മുതൽ എന്റെ ആയുസ്സും ആരോഗ്യവും ഒക്കെ എന്റെ കർത്താവിന് വേണ്ടി. എന്റെ പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, ദൈവം നിനക്ക് തരുന്ന ആയുസ്, ദൈവം നിനക്ക് തരുന്ന ആരോഗ്യം, നീ ഏതെല്ലാം ജോലി സ്ഥാപനങ്ങളായിരിക്കാം യേശുവിനെ സാക്ഷിയാക്കി, യേശുവിനെ ഒരു വെളിച്ചമാക്കി, നിന്നിമേ പകർന്നിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ യേശുവിന്റെ ഒരു മഹത്തായ സാക്ഷിയാക്കി ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി. അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതേ. ഹല്ലേലൂയ. ദൈവമാണ് അതിന് കാരണം. നിന്നെ യേശുവുമായി ഒന്ന് കൊണ്ടുവരുവാൻ, യേശുവിങ്കിലേക്കൊന്ന് കൊണ്ടുവരുവാൻ. ആമേൻ. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിച്ച വിധം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ കഴിവും ഇടുക്കവും ഒന്നുമല്ല, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ആമേ. സമ്പത്തുകൾ ഇഷ്ടം പോലെ സമ്പാദിക്കുന്ന ഒത്തിരിയും ആൾക്കാരുണ്ട്, എന്നാൽ സമാധാനമില്ല. ആമേ. ഇന്നും രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കഴിയുക. ഇന്നും ലഭിക്കുന്ന പൈസ മുഴുവനും കടവും തീർത്ത് ലോണും അടച്ച് ബാക്കി പൈസകളൊക്കെ ഹോസ്പിറ്റലും കളഞ്ഞിട്ട് ഇന്നും സമാധാനമില്ല. മദ്യപാനവും മയക്കുമരുന്നും മനുഷ്യന്റെ ഉള്ള അവസ്ഥകളെ പോലും തകിടം മറിച്ചു കൊണ്ട് കളയുകയാണ്. ലഭിക്കുന്ന പൈസ മുഴുവനും മദ്യപാനത്തിന് വേണ്ടി ചെലവാക്കുകയാണ്. ഇന്നും സമാധാനമില്ല. എന്നാൽ യേശു ഉള്ളിൽ കടന്നു വന്നപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിന് കാരണം ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാളും വലിയൊരു പ്രത്യാശയും സന്തോഷവും അല്ലേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായത്? യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യത്തില് പ്രമാണിയായ നിക്കോദിമോസിനോട് യേശു കർത്താവ് പറയുക, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. നീ ഒരു പ്രമാണിയായിരിക്കുക, നീ ലോകം മുഴുവനും അറിയുന്ന വ്യക്തിയായിരിക്കുക, എന്നാൽ പുതുതായി ജനിച്ചില്ല എങ്കിൽ, യേശു നിന്റെ ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ, നീ യേശുവിനെ മകനായി ജീവിച്ചില്ല എങ്കിൽ, നീ യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല എങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ആമേ. കാര്യത്തിന് വേണ്ടി പെട്ടെന്ന് പോയി സ്നാനപ്പെടുകയോ ചെയ്ത ഫലം ചിന്തിക്കുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതിനുശേഷം പാപത്തിൽ പോയി പാപസംബന്ധമായി ആരാധനയ്ക്ക് പോകത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, ദൈവവുമായി യാതൊരു ബന്ധമില്ല, സ്നാനപ്പെട്ടല്ലോ, എങ്ങനെ സ്വർഗരാജ്യത്തിൽ പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, കർത്താവിന്റെ വചനം, കർത്താവിന്റെ കൽപ്പനകള്, കർത്താവ് ദൈവീയ ഉപദേശങ്ങൾ പ്രമാണിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലായെങ്കിൽ മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ക്രമമായി എല്ലാം ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. എല്ലാവരെയും സഹായിക്കുന്നു, നല്ല കാര്യമാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചെങ്കിലേ പറ്റൂ. റോമാലേഖനം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പാപത്തിന് അടിമകളാകാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി നമ്മൾ പാപത്തിന് അടിമകളല്ല. യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ മകനായി തീരുവാനായിട്ടിടയായി. യെഹെസ്കേൽ 36-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഹല്ലേലൂയ. ഒരു പുതിയൊരു ഹൃദയം. കർത്താവ് നമ്മുടെ ജീവിതത്തിലെ ആ ജഡികമായ അവസ്ഥകളെല്ലാം മാറ്റി, കല്ലായുള്ള അവസ്ഥകളെല്ലാം മാറ്റി ഒരു പുതിയൊരു ഹൃദയം നൽകൂ. പുതിയൊരാത്മാവിനെ, ഒരു പുതിയ അഭിഷേകത്താൽ ദൈവം നമ്മെ മാനിപ്പാടയാകും. യെശയ്യാപ്രവചനം 43-ാമത്തെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു. ഹല്ലേലൂയ. അതിപ്പോൾ ഉത്ഭവിക്കും. ഇന്ന് രാത്രികാലം ഈ ലൈവിൽ കൂടി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു പുതിയ മകനായി, ഒരു പുതിയ സൃഷ്ടിയായി കർത്താവ് ആഗ്രഹിക്കുന്ന അളവില് നമുക്ക്
ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ എത്രയോ സന്തോഷമാണ്. യേശു കർത്താവിൽ നിന്നുള്ള ആ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ കർത്താവ് എനിക്ക് തന്ന ഭാഗ്യം എത്ര വലുതാണ്. അതോർത്ത് നാം ഓരോ നിമിഷവും നന്ദിയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന സ്ഥലത്ത് ക്രിസ്തുവിന്റെ വെളിച്ചമായി നമ്മളിമേ പകർന്നിരിക്കുന്ന വെളിച്ചം, ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് ആ പ്രകാശം കൊടുക്കുവാൻ എന്റെ കർത്താവെ എന്നെ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ആമേ സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഈ താണൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ ഒരു കർത്താവ് അത്ഭുതങ്ങളും കൊണ്ടും അടയാളം കൊണ്ടും മാത്രം ഇങ്ങനെ പോവുകയല്ല, മനുഷ്യനെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ശ്രമിച്ചതായ അനുഭവങ്ങൾ നമുക്കറിയാമല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിച്ചു, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ള ബീജാക്കി 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത്ഭുതങ്ങൾ മാത്രമല്ല, എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കൂ. ഹല്ലേലൂയ. സ്നേഹിത, ഒരുപക്ഷെ പാപത്തിന്റെ അവസ്ഥയിലായിരിക്കാം, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം. വൈദ്യശാസ്ത്രം പോലും വിധി എഴുതി നീ ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ല, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് വൈദ്യശാസ്ത്രം പോലും വിധി എഴുതിയ എത്രയോ നിമിഷങ്ങളുണ്ടായ. എന്നാൽ അവസാന നിമിഷം ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച എത്രയോ വിധങ്ങള്. മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷം ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച അനുഭവങ്ങൾ എത്ര വലുതാണെന്നറിയാമോ? ഞാൻ തുടക്കത്തിലെ പറയവടെ ഫെബ്രുവരി മാസം 5-ാം തീയതി ഞങ്ങള് യാത്ര ചെയ്ത് പോകുന്ന ബൈക്കില് ഒരു ട്രക്ക് വന്നിടിച്ച് ആ ട്രക്കിന്റെ അടിയിൽ എന്റെ വൈഫ് വീഴുവാടയായി. ഞാൻ ബൈക്കിന്റെ അടിയിൽ വീഴുവാടയായി. ട്രക്കിന്റെ ഒരു വീട് എന്റെ വൈഫിന്റെ കാലേക്കിടെ കയറി ഇറങ്ങി. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖമായ കണ്ട നിമിഷം ഉയരത്തിലെ കരം ഇറങ്ങി വന്നു. മരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം ഞങ്ങളെ വിടുവിച്ച വിധം എത്ര വലുതാണെന്നറിയാമോ? ഇന്നും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കല്. ദൈവം ചെയ്ത ഉപകാരം എത്ര വലുതാണെന്നറിയാമോ? ഇന്നും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. കർത്താവെ, എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, യേശുവിന്റെ വെളിച്ചമായി എന്നെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന സഭയില് കർത്താവിന്റെ ഒരു പ്രകാശമായി, ആക്കിയിരിക്കുന്ന ജോലി സ്ഥാപനത്തില്, ആയിരിക്കുന്ന ദേശത്ത് കർത്താവിനെ മഹിമ കണ്ട സാക്ഷിയാക്കി എന്റെ കർത്താവെ അങ്ങനെ മാനിക്കണമെന്ന് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടങ്ങളിലും ദൈവസഭകൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി പല അക്രമങ്ങളൊക്കെ സുവിശേഷ വിരോധികൾ അഴിച്ചിടുവാനായി, അനേക ദൈവദാസന്മാരെ ക്രൂരമായി മർദ്ദിക്കുവാനായി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ ദൈവസഭകളെ, ദൈവദാസന്മാരെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവീയ വിടുതൽ ദൈവയുടെ അയക്കണമേ. ആ സുവിശേഷ വിരോധികൾ സുവിശേഷ സ്നേഹികളായി മാറുവാൻ, ആ ക്രിസ്തുവിന്റെ സ്നേഹം അവർ അറിയുവാൻ, ഒരു പുതിയ സൃഷ്ടികളാക്കി ദൈവം അവരെ മാറ്റിയെടുക്കണമേ. യേശുവിന്റെ വചനമാക്കി അവരെ കർത്താവ് ഉപയോഗിക്കണമേ. യേശുവിന്റെ സാക്ഷികളാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടെയുള്ള ദൈവസഭകളെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ബോംബെയിലുള്ള പ്രിയ ഹല്ലേലൂയ ദൈവദാസിന്റെ ഹല്ലേലൂയ പ്രിയ പാസ്റ്ററിന്റെ പിതാവ് സ്ട്രോക്ക് വന്ന്, വസായിലെ പാസ്റ്ററിന്റെ പിതാവ് സ്ട്രോക്ക് വന്ന്, സജു മതി പാസ്റ്ററിന്റെ പിതാവ് സ്ട്രോക്ക് വന്ന് കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, ഐസിയുലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് കർത്താവേ, ഒരു അത്ഭുത സൗഖ്യം ആ പ്രിയ പിതാവിനെ ദൈവം അയക്കണമേ. അങ്ങയുടെ അടിപ്പിണരുകൾ ആ സൗഖ്യമുണ്ടല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഓടുന്ന ദൈവത്തിന്റെ വാദനമായ അത്ഭുത സൗഖ്യം ദൈവം അയക്കണമേ. പ്രാർത്ഥനയിലേക്ക് അനേക പ്രാർത്ഥന വിഷയങ്ങളാണ് ലഭിക്കുന്നത്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് നാളുകളായിട്ടും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി ദൈവരെ മാനിക്കണമേ. കർത്താവെ, ഒരു അത്ഭുതം ദൈവം അവിടെ ജീവിതത്തിൽ ചെയ്യാൻ പതിനായി സ്തോത്രം. മനുഷ്യരാസാധ്യം ദൈവത്തെ സാധ്യമാണല്ലോ. കർത്താവെ, അങ്ങയുടെ വിടുതല് ആ പ്രിയപ്പെട്ട മക്കളുടെ മേല് ദൈവം അയക്കാൻ പതിനായി സ്തോത്രം. എല്ലാ ക്യാൻസർ രോഗത്തെ കഴിയുന്നവരുണ്ട്, കിഡ്നി രോഗത്ത്, ബ്രെയിൻ ട്യൂമറാൽ ഭാരപ്പെടുന്ന
ബലഹീനപ്പെടുന്നുണ്ട് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവീയ വിടുതൽ കർത്താവ് അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരമുണ്ടാകണമേ. ഈ ലൈവിൽ കൂടി ഞങ്ങളെ ശ്രമിച്ച ഇനി ശ്രമിക്കുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവീയ സമാധാനവും ദൈവീയ പ്രത്യാശയും ദൈവീയ സന്തോഷവും ഓരോ കുടുംബങ്ങളുടെ മേലും കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുപ്പച്ചന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ലൈവിലെ ദൈവം സേവിച്ചതായി കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ വിവിധ രാജ്യങ്ങളിൽ അനേക പ്രാർത്ഥനാ മീറ്റിങ്ങുകളൊക്കെ തുടർന്ന സമയങ്ങളിൽ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോവുകയാണല്ലോ. കേരള കൗൺസിലിന്റെ പ്രാർത്ഥനാ മീറ്റിംഗ് ഇപ്പോൾ 9 മണിക്ക് നടക്കാൻ പോകുന്നു. ഇന്ത്യൻ സമയം 12 മണി മുതൽ പ്രാർത്ഥന UK അയർലൻഡിന്റെ പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ പല മീറ്റിംഗുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ ഒരു പ്രഭാത പ്രാർത്ഥന ഇന്ത്യൻ സമയം 6 മണി മുതൽ 7 മണി വരെ പ്രാർത്ഥനാദിനിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയുടെ തണലിൽ എന്ന തലക്കെട്ടോടുകൂടി എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. 152ാമത്തെ ദിവസമാണ് നാളെ. ആ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ലോകത്തെ വിവിധ രാജ്യങ്ങളായ അനേക സഹോദരിമാർ ഒരുമിച്ച് ഗൂഗിൾ മീറ്റിലൂടെ മീഡിയയിൽ കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരാനുള്ള അവസരങ്ങളുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് എന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ശ്രമിച്ചതാവുന്ന എല്ലാ പ്രിയ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.